വലിയ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകുന്നവർക്ക് മാത്രമാണ് വിജയത്തിലെത്താൻ കഴിയുക. അച്ഛന്റെ മരണവും അമ്മയുടെ രോഗവുമൊക്കെ തളർത്താൻ ശ്രമിച്ചപ്പോഴും പിടിച്ചുനിന്ന് SSLC-യിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി വിജയിച്ച ഒരു മിടുക്കിയുണ്ട് ഇടുക്കിയിൽ. പേര് മീനാക്ഷി. മീനാക്ഷിക്കുട്ടിക്ക് ചിലതൊക്കെ പറയാനുണ്ട്. ഒപ്പം മീനാക്ഷിക്ക് നമ്മളുടെ ചില സഹായങ്ങളും ആവശ്യമുണ്ട്. എന്തൊക്കെയാണെന്ന് കാണാം. ചേട്ടാ എവിടെ പോയാടാ? ഇവിടെ അടുത്താണോ വീട്? A+ ഒക്കെ കിട്ടിയത് ഞാൻ അറിഞ്ഞായിരുന്നു. എന്നാ കേറിക്കോ, ഞാൻ കൊണ്ടുവിടാം. മോനേടാ, അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ എത്ര നാളായി? അച്ഛൻ മരിച്ചിട്ട് ഇപ്പം 20 ദിവസമായിട്ടുണ്ട് ഏകദേശം. പഠിക്കുന്ന സമയത്തൊക്കെ ഇവർ ആശുപത്രിയിലായിരുന്നോ? മോഡൽ എക്സാമിൻ്റെ സമയത്തൊന്നും അവർ രണ്ടാളും ഒപ്പം ഉണ്ടായിരുന്നില്ല. അവിടെ SSLC എക്സാമിൻ്റെ സമയത്താണേലും അച്ഛയ്ക്ക് ഒട്ടും മേലായിരുന്നു. ടൈമിലൊക്കെ വിളിച്ച് അന്വേഷിക്കുമായിരുന്നു. പിന്നെ എങ്ങനെ ഈ ഫുൾ A+ ഒക്കെ മേടിക്കാൻ പറ്റിയ ഇതുപോലെ പ്രതിസന്ധിയിൽ? അവരുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു ഞാൻ പഠിക്കണം. അച്ഛൻ്റെ വലിയ ആഗ്രഹമായിരുന്നു A+ വേണം എന്നൊക്കെ. പിന്നെ എന്തോ പഠിക്കാൻ പറ്റി. ഇതാ ചേട്ടാ വീട്. ഇവിടെ ഞങ്ങളിവിടെ അയൽവാസികളാണ്. അതെ അല്ലേ? ഞങ്ങള് മീനൂട്ടിയുടെ ഇതൊക്കെ അറിഞ്ഞിട്ടേക്ക് വന്നതാണ്. മീനൂട്ടിനെ വഴിക്ക് വെച്ചിട്ടുണ്ട്. അപ്പൊ കയറ്റിക്കൊണ്ടേക്ക് പോകുന്നു. വീട് ഇവിടെയാണെന്ന് പറഞ്ഞൊന്ന് കയറിയിട്ട് പോകാന്ന് കരുതി. ഇതാണ് മീനുവിന്റെ അമ്മ, വല്യമ്മ. ഇനിയിപ്പം +2-ലൊക്കെ മോളെ വിടണ്ടേ? വിടണം. എന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെന്ന് മോളും പറഞ്ഞു. ഞങ്ങളെ അതെ, 3 വർഷമായി അച്ഛന് ക്യാൻസർ ആയിരുന്നു. അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ അമ്മയ്ക്ക് തൈറോയിഡ് മൂത്ത് എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കൊച്ചിൻ്റെ എക്സാം നടക്കുന്ന സമയത്ത് രണ്ടുപേരും ഹോസ്പിറ്റലിലാണ്. വല്ലാതൊരു പ്രതിസന്ധിയായി. എന്നിട്ടും ആ പ്രതിസന്ധിയിലാണ് അവൾ പഠിച്ച് ഫുൾ A+ മേടിച്ചെന്നുള്ളതാണ് ഒരു കാര്യം. പക്ഷെ തുടർന്നുള്ള പഠനവും മറ്റു കാര്യങ്ങളും എല്ലാം വലിയ പ്രതിസന്ധിയാണ്. ഇളയാൾ 6ാം ക്ലാസ്സിലാണ്. ഇവളിപ്പോൾ ഇനി +2-ന് പോകണം. വീട്ടിലാകെ ഉണ്ടായിരുന്ന ഒരു വരുമാനവും കൊണ്ടുവരേണ്ട ആളായിരുന്നു മരണപ്പെട്ടത്. സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഉടനെ ജോലി ചെയ്യാനുള്ള ബുദ്ധിമുട്ടില്ലുണ്ട്. ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. പിന്നെ അച്ഛൻ മരിച്ചതിൻ്റെ ഇത് നേരത്തെ ഒരു വരുമാന മാർഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ ജോലിക്ക് പോയി അങ്ങനെ കഴിഞ്ഞ് കൂടിയതായിരുന്നു. പഠിക്കാൻ വിടണം. അവൾക്ക് മെഡിസിന് പോകാനാണ് താല്പര്യം. അച്ഛന് അസുഖമായതിനു ശേഷമാണ് അവൾ അങ്ങനെ തീരുമാനിച്ചത് മെഡിസിന് പോകണം. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞാൽ ഹസ്ബൻഡ് അസുഖമായതിന് ശേഷം ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ ഒരുപാട് പേര് പൈസ നിന്ന് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയായിരുന്നു ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ കൂലിപ്പണിക്ക് പോകുന്ന ആളായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലായതിനു ശേഷം പിന്നെ കൂലിപ്പണിക്ക് പോകാനും പറ്റിയിട്ടില്ല. ഇനിയിപ്പം മകളെ പഠിപ്പിക്കണം. ഇപ്പം ജോലി സീസൺ സമയമല്ലാത്തതുകൊണ്ട് ജോലിയില്ല. ബുദ്ധിമുട്ടിലാണ് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. മാർക്കുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. തുടർന്ന് പഠിപ്പിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും ആരുടെയൊക്കെ സഹായം വേണ്ടി വരും. ചേട്ടാ, എനിക്ക് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ SPC-യിലുണ്ടായിരുന്നു. SPC-യിൽ കുറേ കാര്യങ്ങൾ സോഷ്യൽ ഇതായിട്ട് ചെയ്യാൻ പറ്റി. ഇനി എനിക്ക് മെഡിസിന് പോകണമെന്നാണ് ആഗ്രഹം. അച്ഛയ്ക്ക് ആ ഒരു രോഗമായപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ്. പിന്നെ അച്ഛയുടെ ഒരു ആഗ്രഹമാണ് ഞാൻ മെഡിസിന് പോകണം, ഒരു ഡോക്ടറാവണം എന്നൊക്കെ ഉള്ളത്. എനിക്കറിയാം അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഞാൻ ഇതിന് ശ്രമിക്കും. എനിക്കൊരു വിശ്വാസമുണ്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. വലിയ പ്രതിസന്ധികളെയൊക്കെ അതിജീവിച്ച് വിജയത്തിലേക്ക് എത്തിയ മീനാക്ഷിക്ക് സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ആത്മവിശ്വാസമുണ്ട്. പക്ഷേ അതിന് നമ്മളുടെയൊക്കെ ചെറിയ കൈസഹായം മീനാക്ഷിക്കും കുടുംബത്തിനും ആവശ്യമാണ്. മീനാക്ഷിയുടെ ആ വിജയത്തിലേക്കുള്ള യാത്രയിൽ റിപ്പോർട്ടർ TVയും ഒപ്പമുണ്ടാകും. ഒപ്പം മറ്റു പലരുടെയും സഹായവും അഭ്യർത്ഥിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. അപ്പോൾ ഇടുക്കിയിലെ മിടുക്കിയായ മീനാക്ഷിക്കൊപ്പം ഞങ്ങളുണ്ട്, പ്രേക്ഷകരും ഉണ്ടാകും. സുമനസ്സുകളുടെ കരുതലുണ്ടെങ്കിൽ ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നത് പോലെ അവൾക്കൊരു ഡോക്ടറായി മാറാൻ കഴിയും. അങ്ങനെ ആയി തീരട്ടെ മീനാക്ഷി.